हेलो गाइस। जैसे कि आप लोगों को पता है, ഈ ഒരു വീഡിയോ വളരെ അധികം ശ്രദ്ധിച്ചിട്ട് കേൾക്കണം. ഓക്കെ, ഇതിൽ ഞാൻ പൂർണ്ണമായി എൻ്റെ സ്ട്രാറ്റജീസ് പറയുന്നില്ല. ബട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിലൊരു സംഭവമാണ് ഡെൽറ്റ എന്ന് പറയുന്നൊരു സംഭവം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് മാർക്കറ്റിൽ പ്രീമിയം എത്രത്തോളം പോകും, ഒരു മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഒരു മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡ് ബുള്ളിഷ് മൂവ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിന് ബേസ്ഡ് ആയിട്ട് പ്രീമിയം എത്രത്തോളം മൂവ് ചെയ്യും, ആ ഒരു കാര്യത്തെ പറയുന്നതാണ് ഡെൽറ്റ എന്ന് പറയുന്ന ഗ്രീക്ക് ഓപ്ഷൻ. അത് എവിടെയാണ് കിട്ടുക എന്ന് പറഞ്ഞെങ്കിൽ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഡെൽറ്റ എന്ന് പറയുന്ന ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഡെൽറ്റ. നമ്മൾ കൂടുതലൊന്നും നോക്കണമെന്നില്ല, നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ട്രൈക്സിൻ്റെ ഡെൽറ്റ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇവിടെയും ഉണ്ടാവും ഡെൽറ്റ, പുട്ട് സൈഡിലും കോൾ സൈഡിലും ഉണ്ടാവും. ഓക്കെ, അതായത് ഇപ്പോൾ മാർക്കറ്റ് ഇന്ന് 2 സൈഡ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. മാർക്കറ്റ് കോൾ സൈഡിലേക്കും പോയിട്ടുണ്ട്, പുട്ട് സൈഡിലും പോയിട്ടുണ്ട്. ഇതേപോലെ കോളിലും പോയിട്ടുണ്ട്, പുട്ടും പോയിട്ടുണ്ട്. ഇത്ര മൂവ്മെൻറ്റ് മാർക്കറ്റ് തരുമ്പോൾ പ്രീമിയത്തിലും എത്രത്തോളം മാർക്കറ്റ് പോവും എന്ന് നമുക്കറിയണ്ടേ. അത് നമുക്ക് ഈ ഡെൽറ്റ പറഞ്ഞുതരും, മാർക്കറ്റ് എത്രത്തോളം പോവും. അതായത് മാർക്കറ്റ് ഈ ഒരു മൂവ്മെൻറ്റ് 111 പോയിൻറ്റ്സ് ഉണ്ട് അല്ല. ഇത്ര മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന സ്ട്രൈക്ക് പ്രൈസിൽ ഇതാണ് സ്ട്രൈക്ക് പ്രൈസ് നടക്കുന്നുള്ളത് 25,050. ഈ അറ്റ് ദ മണിയിലുള്ള 25,050, ഇത് അറ്റ് ദ മണി എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇവിടെയാണ് ഉണ്ടാവുക. എവിടെയാണെന്ന് വെച്ചെങ്കിൽ കോൾ സൈഡിലാണെന്നുണ്ടെങ്കിൽ കോൾ സൈഡിൽ അറ്റ് ദ മണി എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ആയിരിക്കും. ഓക്കെ, സോ 25,050 ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിലുള്ള സമയത്ത് ഇതിൻ്റെ ഡെൽറ്റ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 0.52. ആസ് യു ഓൾ ക്യാൻ സി 0.52 അറ്റ് ദ മണി. ഇപ്പോൾ പുട്ട് സൈഡിൽ അറ്റ് ദ മണി നോക്കുകയാണെങ്കിൽ 25,050യുടെ അറ്റ് ദ മണി നോക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഡെൽറ്റ നോക്കുകയാണെങ്കിൽ ഇവിടെ 0.52 ആണ് വരിക. ഓക്കെ, ഇവിടെ ആക്ച്വലി ഇപ്പോൾ പ്രൈസ് മാർക്കറ്റൊക്കെ കഴിഞ്ഞ സമയമല്ലേ, സോ അതുകൊണ്ടാണ് ഇവിടെ ഒരു മാറ്റം കാണുന്നുള്ളത്. 25,050 അറ്റ് ദ മണിയിലുള്ള ടൈമിൽ കോൾ സൈഡിൽ അറ്റ് ദ മണി എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്നത് 0.52 ആണ്. ഓക്കെ, ഡോണ്ട് ലുക്ക് അറ്റ് ദിസ്. ഇത് 25,100 ആണ്. ഇപ്പോൾ നോക്കരുത്. ഈ 25,000 അറ്റ് ദ മണിയിലുള്ള സമയത്തുള്ള ഡെൽറ്റാൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നുള്ളത്. ജസ്റ്റ് മനസ്സിലാക്കണം എല്ലാവരും. ഓക്കെ, 0.52 ആയിരിക്കും. ഓക്കെ, സോ മാർക്കറ്റ് 111 പോയിൻ്റ് മൂവായി എന്നാണ് ഞാൻ പറഞ്ഞത്. 111 പോയിൻ്റ് മൂവായി. അപ്പോൾ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 111 പോയിൻ്റ് മൂവ് ആയിട്ടുണ്ടെങ്കിൽ പ്രൈസ് എത്ര മൂവ് ആവണം എന്നുള്ളൊരു മിനിമം കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, മിനിമമാണ്. ഇത് ബേസിക് സംഭവങ്ങളാണ്.
ഇത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ വളരെ മോശമാണ്. ഓക്കെ, അത് ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി ഒരു കാൽക്കുലേറ്റർ എടുക്കുന്നത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇവിടെ വേണ്ടത് നമ്മൾ ഡെൽറ്റ എത്രയാണ് വേണ്ടത്? 0.52. മാർക്കറ്റ് എത്ര മൂവ്മെൻറ്റാണ് നടത്തിയത്? 111 പോയിൻറ്റ്. ഓക്കെ, 111 പോയിൻറ്റ് ഇൻറ്റു 0.52, 57 പോയിൻറ്റ്സ്, 58 പോയിൻറ്റ്സ് തന്നെ കൂട്ടിക്കോ. ഓക്കെ, 58 പോയിൻറ്റ്സ് പ്രൈസ് പ്രീമിയത്തിൽ മൂവ് ആയിട്ടുണ്ടാവണം ഈ ഒരു മൂവ്മെൻറ്റിൽ. മൂവ്മെൻറ്റിൽ ദിസ് മൂവ്മെൻറ്റിൽ പ്രീമിയം കോൾ സൈഡിലേക്ക് 25,050യുടെ എത്ര? 58 പോയിൻറ്റ്സ്. 58 പോയിൻറ്റ്സ് പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. സോ ഐ എം ടേക്കിംഗ് ദിസ് 25,050. ഓക്കെ, ഞാനിവിടെ ലോങ് പൊസിഷൻ ഇവിടെ ഏറ്റവും ലോയിൽ നിന്ന് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഏറ്റവും ലോ വെക്കുന്നില്ല, ഈ ഗ്രീൻ കാൻഡിൽ തന്നെ ഞാൻ വെക്കുന്നത്. ഓക്കെ, എത്ര പോയിൻറ്റ്സ്? 58 പോയിൻറ്റ്സ്. ജസ്റ്റ് സീ ദിസ്. മിനിമം പ്രൈസ് 58 പോയിൻറ്റ്സ് തരും മിനിമം. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ, പുതിയൊരു കോൺസെപ്റ്റ് ആയിരുന്നെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യും, കമൻറ്റിൽ ഷെയർ ചെയ്യും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. വെറുതെ നോക്കിയിട്ട് പോകുന്നതല്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്നെ ഒരു സപ്പോർട്ട് തന്നെങ്കിൽ ഞാൻ വീണ്ടും പുതിയ വീഡിയോസ്, നിങ്ങൾക്ക് ഗുണപ്രദമാവുന്ന വീഡിയോസ് കൊണ്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ഇതൊരു ബേസിക് ഇൻഫർമേഷനാണ്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ടാർഗറ്റിനെ കുറിച്ചൊരു ബോധം വേണം. മാർക്കറ്റ് എത്രത്തോളം ഒരു 4-5 പോയിൻറ്റ് 10 പോയിൻറ്റ് എടുത്തിട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്നതല്ല. നിങ്ങൾക്കൊരു ടാർഗറ്റിനെ കുറിച്ചൊരു ബോധം ശരിക്കും നിങ്ങൾക്ക് വേണം. ഓൺലി ദെൻ യു വിൽ ബി എ പ്രോഫിറ്റബിൾ ട്രേഡർ. സോ ഈ ഒരു കോൺസെപ്റ്റ് അറിയാത്തവരും കമൻറ്റ് ചെയ്യും, അറിഞ്ഞവരും കമൻറ്റ് ചെയ്യും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, വീഡിയോ ലൈക്ക് ചെയ്യും. So thank you so much for watching. Have a great day.